ഹലോ അസ്സാം വലൈക്കും. കർണാലയം കപ്പിൾസിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ലക്ഷദ്വീപിലെ സ്പെഷ്യൽ കിലാഞ്ചിയുമായിട്ടാണ്. അപ്പോൾ കിലാഞ്ചി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്തിയിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അതിലേക്ക് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരച്ചിട്ടൊന്ന് അരിച്ചും എടുക്കാൻ മറക്കരുത്. നല്ലപോലെ അരഞ്ഞാൽ ഈ പരുവത്തിലായിരിക്കും. കട്ടി കുറച്ച് കൂടുതലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഈ തവയിൽ കാണുന്ന ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം. സാധാരണ ലക്ഷദ്വീപിൽ ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഇതില്ലാത്ത കൊണ്ട് ഇവിടെ സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലൊന്ന് തുടച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു തവിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് അധികം ആവാനും പാടില്ല, ചൂടധികം കുറയാനും പാടില്ല. ഒരു മീഡിയം സൈസിലാണ് പാൻ ചൂടാവേണ്ടത്. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇപ്പോൾ അത് ചൂടായി ജസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കതെടുത്ത് ഒരു ചപ്പാത്തി പലകയിലോ എന്തെങ്കിലും വെച്ചിട്ട് മടക്കിയെടുക്കണം. 4 മൂല ഇങ്ങനെ മടക്കി എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു കിലാഞ്ചി മടക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. 4 മൂലയും ഫസ്റ്റിൽ മടക്കും, എന്നിട്ട് ഒന്നും കൂടെ അതിനെ ഇങ്ങനെ മടക്കിയെടുക്കും. ഇങ്ങനെയാണ് കിലാഞ്ചി മടക്കിയെടുക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് ഒഴിച്ച് നോക്കാം. ചൂടാണ് ശരിക്കും നോക്കേണ്ട. പാനിൻ്റെ ചൂട് അധികം ആവാനും പാടില്ല, കുറയാനും പാടില്ല. അതിൻ്റെ സൈഡ് ഇങ്ങനെ വിട്ട് വരുന്ന കാണുന്നുണ്ടോ? ഇങ്ങനെ സൈഡ് വിട്ട് വരുമ്പോഴാണ് നമുക്കത് എടുത്ത് മടക്കി വെക്കേണ്ടത്. ഇന്ന് സൺഡേ ആയിക്കൊണ്ട് മോൻ പറഞ്ഞു മോന് ഒന്ന് കിലാഞ്ചി ഉണ്ടാക്കി തരാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കിലാഞ്ചി ഉണ്ടാക്കിയത്. ഞങ്ങൾ ദ്വീപുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണിത്. കല്യാണത്തിനും എല്ലാ ഫങ്ഷനും ഈ കിലാഞ്ചി ഉണ്ടായിരിക്കും. ദ്വീപുകാർക്കൊക്കെ പിന്നെ പറയേണ്ടില്ല, അവർക്ക് എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയാം. എൻ്റെ പുറത്തുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഇതിലേക്ക് ഇട്ടത്. ഒരു ഗ്ലാസ് അരി കൊണ്ട് ഏകദേശം ഒരു 25 കിലാഞ്ചിൻ്റെ അടുത്തൊക്കെ കിട്ടും. ഇത്രയും കിലാഞ്ചി എനിക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ആ അരി കൊണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം. ഒരു നല്ല വലിയൊരു തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 1-ാം പാലാണ്. 2-ാം പാൽ ഇതിൽ ചേർക്കാനില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ദ്വീപ് ശർക്കരയാണ് ഇതിലെ മെയിൻ. പക്ഷേ ദ്വീപ് ശർക്കര മാത്രമാകുമ്പോൾ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം അതിലേക്ക് ചേർക്കുന്ന. ഇതാണ് ദ്വീപ് ശർക്കര. ഇതും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് പാല് തയ്യാറാക്കേണ്ടത്. കുറച്ച് കട്ടിയുണ്ട് ഇത്. ചിലത് ലൂസ് ഉണ്ടാവും, ചിലത് കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടുന്നത്. നന്നായിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഞാലിപ്പഴവും അല്ലെങ്കിൽ മൈസൂർ പഴവും എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടും കൂടെയാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുന്നത്. മോൻ അതിനിടയിൽ ശർക്കര വേണമെന്ന് പറഞ്ഞ് അവനൊന്ന് ജസ്റ്റ് കഴിക്കുന്നുണ്ടത്. ഇത് നന്നായിട്ട് ശർക്കരയും പാലും ഒക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ പിന്നെ ഒരു അരിപ്പയിൽ ഒന്ന് കൂടെ എടുത്താൽ നന്നായിരിക്കും. തേങ്ങാപ്പാലിന് വേണ്ടി നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പരുവത്തിലുള്ള തേങ്ങ ആയിരിക്കും പാലിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഉണങ്ങിയാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കിലാഞ്ചിയൊക്കെ റെഡിയായി. കിലാഞ്ചിക്ക് വേണ്ട പാലും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തേങ്ങാപ്പാലിൽ ശർക്കര ചേർക്കുമ്പോൾ നല്ല ഒരു മഞ്ഞ കളറായിട്ട് വരും. ഇങ്ങനെ
ഈ കളറിൽ ആകുമ്പോഴാണ് ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കാണുന്നവരെ ബായ്.